റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രം ബാക്കി. ഈ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ മുഅ്മിൻ്റെ മനസ്സിലും കുളിരാണ് കടന്നു വരുന്നത്. റബീഉൽ ഖൽബ് എന്നാണ് ഈ മാസത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ റബീഉൽ അവ്വൽ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹിച്ചു എന്നതുകൊണ്ടാണ്. ഈ ഇത്രയും പവിത്രതയുള്ള ഒരു റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഈ റബീഉൽ അവ്വൽ മാസത്തെ മാനിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളോടൊപ്പം നമ്മുടെ കുടുംബക്കാരോടൊപ്പം ഒരുമിച്ചിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്ന മൗലിദുകളും മറ്റ് സ്വലാത്തുകളും ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മദിനത്തെ നാം വരവേൽക്കണം. ഇനിയും ഒരുപാട് റബീഉൽ അവ്വൽ ഇവിടേക്ക് കടന്നു വരും. ആ റബീഉൽ അവ്വലുകളിലൊക്കെ നാം ജീവിച്ചിരിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് നബി വിരോധികളായ റബീഉൽ അവ്വൽ വിരോധികളായ മറ്റ് ആശയക്കാരോടൊപ്പം ചേർന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തെ ആക്ഷേപിക്കാതെ, ഈ മാസത്തെ കുറ്റപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുന്ന ഓരോ മുഅ്മിനും അവിടത്തെ സ്മരിച്ചുകൊണ്ട് അവിടത്തെ തൻ്റെ ജീവിതത്തിൻ്റെ നേതാവാക്കിക്കൊണ്ട് അവിടത്തെ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അഭിലാഷങ്ങളാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്നും അവിടുത്തെ റബീഉൽ അവ്വൽ മാസത്തെ നിറകൈകളോടെ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ഈ വാക്കുകളിൽ കുരുപെട്ടണ്ടിയുള്ളവർക്ക് കുരുപൊട്ടാം. കാരണം റബീഉൽ അവ്വൽ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റബീഉൽ അവ്വൽ മാസത്തെ കളങ്കപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നാം ആരും പെട്ടുപോകരുത്.